എന്താണ് ആൽഫ മീറ്റ സിഗ്മ മെയിൽസ്? ഈ പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചെന്നായകളിൽ നടത്തിയ പഠനങ്ങളിലായിരുന്നു. 1945 ഡേവിഡ് മെക്, റഡോൾഫ് ഷെങ്കൽ എന്നുപേരുള്ള രണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ചെന്നായക്കൂട്ടങ്ങളിൽ ഒരു ചെന്നായ വളരെ ശക്തിശാലിയായിരിക്കും. ആ ചെന്നായി ആയിരിക്കും അവരുടെ കൂട്ടത്തിലെ ലീഡർ. അതിനെ അവർ വിളിച്ച പേരാണ് ആൽഫ മെയിൽ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡേവിഡ് മെക് തന്നെ ഈ കാര്യം തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കൂട്ടം ചെന്നായകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാവുക. അവയെ കൂട്ടിലടച്ചുകൊണ്ട് മാത്രമാണ് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടായ വ്യത്യാസങ്ങൾ കാണാൻ സാധിച്ചത്. വനത്തിൽ താമസിക്കുന്ന ചെന്നായകൾ പോലും നമ്മൾ മനുഷ്യരെ പോലെ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സിഗ്മ ബീറ്റ മെയിൽസ്. ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ചെന്നായകളെ സിഗ്മ മെയിൽ എന്നും ഒരുപാട് ഇണക്കവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ചെന്നായകളെ ബീറ്റ മെയിൽ എന്നും വിളിക്കുന്നു. പക്ഷെ ചെന്നായകൾക്ക് ഈ പേരിട്ടവർ തന്നെ ഇതിനെ മാറ്റി പറയുകയും സാധാരണക്കാർ അതിനെ വലിയ സംഭവമാക്കുകയും സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാക്കുകയും ചെയ്തു.